പറയുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, ഹർഷിതയുടെ അമ്മയുടെ സഹോദരിയായിട്ടുള്ള മകനായ രഘു തന്നെയായിരുന്നു ആ കാമുകൻ. അതായത് സ്വന്തം ചേട്ടൻ തന്നെയായിരുന്നു ഹർഷിതയുടെ കാമുകൻ. ഇരുവരും പ്രണയത്തിലായിരുന്നു, കുട്ടിക്കാലം തൊട്ടുള്ള പ്രണയമായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ ഇത് പറയാനോ വീട്ടുകാരുടെ അടുത്ത് ഇത് സംസാരിക്കാനോ കഴിയില്ല. കാരണം സഹോദരനല്ലേ, ചേട്ടനല്ലേ, അപ്പൊ എങ്ങനെ ഇത് സംസാരിക്കും? അവരെ ബന്ധം രഹസ്യമായിട്ട് കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഹർഷിതയുടെ കല്യാണം വീട്ടുകാർ മഞ്ജുനാഥായിട്ട് ഉറപ്പിക്കുന്നതും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്. എന്നാലും ഈ കല്യാണത്തിന് ശേഷം ഹർഷിതയും രഘുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഒന്നും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും ഹർഷിതയ്ക്ക് മഞ്ജുനാഥിനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഒപ്പം രഘുവിനെ ഉപേക്ഷിക്കാനും ഹർഷിതയ്ക്ക് കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹർഷിതയുടെ ബന്ധുവാണ്, ചേട്ടനുമാണ്. അപ്പൊ സഹോദരൻ വീട്ടിൽ വരുന്നതിനെ കുറിച്ച് മറ്റാർക്കും സംശയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഹർഷിതയെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് രഘു വരികയും വീട്ടിൽ സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു വട്ടം രഘുവിന് ഇവര് തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു സംശയം